ഞാൻ ഇന്ന് പറയാൻ പോകുന്ന അനുഭവം സിനിമയിൽ ചാൻസ് ചോദിച്ച് നടന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു നടൻ്റെ കാര്യമാണ്. അയാളുടെ കാര്യം വല്ലാത്ത കഷ്ടത്തിലാണ്. കയ്യിലൊരു 5 പൈസ എടുക്കാനില്ല, കടുത്ത ദാരിദ്ര്യം. കുടുംബജീവിതത്തിലാണെങ്കിൽ വിള്ളലും വീണു, പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട്. ജീവന് തുല്യം സ്നേഹിച്ച വളർത്തു നായ്ക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ പോലും ഇയാളുടെ കയ്യിൽ പൈസയില്ല. നായ അയാൾ മറ്റൊരാൾക്ക് വിറ്റു. വളരെ ഹൃദയവേദനയുണ്ടായ സംഭവമായിരുന്നു അത്. കഷ്ടകാലത്തിൻ്റെ പടുകുഴി നിൽക്കുന്ന കാലത്ത് അയാൾ ഒരു ഗുസ്തി മത്സരം കാണാൻ പോയി. എന്നുവെച്ചാൽ ഭയങ്കര വേദനയുള്ള നിമിഷങ്ങളിൽ എന്തെങ്കിലും ഒരു മാറ്റം ആയിക്കോട്ടെ എന്ന് ഗുസ്തി മത്സരത്തിന് പോയി. കരുത്തിനും ലോക പ്രശസ്തനുമായ എതിരാളിയുടെ മുന്നിൽ പതറാതെ അവസാന നിമിഷം വരെ പിടിച്ചെന്ന ആ ഗുസ്തി താരം അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അയാൾക്കത് വല്ലാത്ത പ്രചോദനമായി. തിരികെ വീട്ടിൽ ചെന്നു. വർഷങ്ങളായി എഴുതിക്കൊണ്ടിരുന്ന തിരക്കഥ 2 ദിവസം കൊണ്ട് പെട്ടെന്ന് എഴുതി പൂർത്തിയാക്കി. വല്ലാത്തൊരു ആവേശമായിരുന്നു അദ്ദേഹത്തിന്. പിന്നീട് വലിയ തുകയ്ക്ക് ആ തിരക്കഥ ചോദിച്ചെത്തിയവർക്ക് മുന്നിൽ അദ്ദേഹം ഒരു കണ്ടീഷൻ വെച്ചു: എന്നെ നായകനാക്കണം. പക്ഷെ അവരതിനൊന്നും വഴങ്ങിയില്ല. തിരക്കഥ വാങ്ങാത്ത പലരും മടങ്ങിപ്പോയി. താരതമ്യേന പിന്നീട് ചെറിയൊരു പൈസയ്ക്ക് മറ്റൊരു നിർമ്മാണ കമ്പനിക്ക് തിരക്കഥ കൊടുത്തു. പണം കിട്ടിയ ഉടൻ അതിൻ്റെ പകുതിയോളം കൊടുത്ത് ആ പണ്ട് വിറ്റ വളർത്തുനായില്ലേ, ആ നായയെ തിരികെ വാങ്ങിച്ചുകൊണ്ട് വന്നു. റോക്കി എന്ന പേരിൽ ഇറങ്ങിയ ഈ ചിത്രത്തിൽ നായക വേഷത്തിൽ തന്നെ ഇദ്ദേഹം അഭിനയിച്ചു. പിന്നീട് ചരിത്രം ഉണർന്നെഴുന്നേൽക്കുകയായിരുന്നു. ചിത്രം സൂപ്പർ ഹിറ്റ്. ഓസ്കാർ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ഈ ചിത്രം കരസ്ഥമാക്കി. ഇത് ആരുടെ കഥയാണെന്നറിയാമോ? ലോക പ്രശസ്തനായി മാറിയ അമേരിക്കൻ നടൻ സിൽവസ്റ്റർ സ്റ്റാലോണിൻ്റെ ജീവിത കഥയാണിത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഒന്നിച്ച് ഓർക്കുക. ജീവിതം മാറി മറിയാൻ ഒരൊറ്റ നിമിഷം മതി. ആ ഒരു നിമിഷം കൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതമേ ആട്ടപടലം മാറിയെന്ന് വരും. കാരണം അതാണ് ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ആത്മവിശ്വാസം കെട്ടുപോകുന്നു എന്ന സമയത്ത് എന്തെങ്കിലും ശ്രദ്ധ മാറ്റാൻ വേണ്ടി എന്തെങ്കിലും കാര്യം ചെയ്യുക. ഒരു തകർച്ചയിലും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വില കുറച്ച് കാണരുത്. തളരരുത്. തളർന്നാൽ പോയി. തളരാതെ മുന്നോട്ട് പോകുക. നമുക്കും വരും ഒരു ദിവസം. യെസ്, യു വിൽ ഗെറ്റ് എ ചാൻസ്.